ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളാണ്. അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. ജാരിയ എന്ന സംവിധാനത്തിലേക്ക് ലക്ഷങ്ങൾ പിരിക്കാൻ വേണ്ടി നട്ടോട്ടമോടിയ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നമ്മൾ മരിച്ചുപോയി ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തിരുവനന്തപുരത്ത് RCCയുടെ തൊട്ടടുത്തുള്ള സഹജാരി സെന്ററിൽ ക്യാൻസർ രോഗം വന്നിട്ട് വേദനിച്ചുകൊണ്ട് കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട രോഗിയായ സഹോദരനോ സഹോദരിയോ ഉമ്മയോ ഉപ്പയോ കുട്ടിയോ അവിടുന്ന് ഇങ്ങനെ പടച്ചോനെ കട്ടുമ കിടന്നിട്ട് ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചവരനെ അവർക്ക് ഖൈർ നൽകണേ, റാഹത്ത് നൽകണേ എന്നെങ്കിലും നമ്മളൊക്കെ മരണപ്പെടുമെന്ന് ഉറപ്പാണ്. നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് RCC ഉള്ളിൽ നിന്ന് നമ്മുടെ ഖബറിലേക്ക് ഒരു പ്രാർത്ഥനയുണ്ടാകണം. കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന സഹചാരി സെന്ററിൽ കിടക്കുന്ന രോഗി നമുക്ക് അവിടുന്ന് ഒരു ദുആ നടത്തണം. അതാണ് നമ്മുടെ പ്രതീക്ഷ. ബാഫഖി തങ്ങൾ ചെയ്തു വെച്ച സുഹൃതത്തിനാവോളം മഹാനവറുകൾ അതിന്റെ ഗുണങ്ങൾ ഇങ്ങനെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കിട്ടിയ മമന്റെയല്ല, സംസ്ഥാന കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരങ്ങളെല്ലാം അതൊക്കെ താൽക്കാലികമാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും ഈ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടണം. നിങ്ങൾക്കറിയൂലേ, ജാരി എന്ന പദ്ധതിയിൽ പങ്കാളിയായിട്ടുള്ള പല ആളുകളെയും നമ്മളോട് ബന്ധപ്പെട്ടിരുന്നു. തൻ്റെ ശരീരത്തിൽ മേജർ ഓപ്പറേഷൻ നടന്നിട്ട് ഹോസ്പിറ്റൽ ICUയിൽ കഴിയുന്ന ഒരു പ്രിയപ്പെട്ട രോഗി, ആ പ്രിയപ്പെട്ട രോഗി പറഞ്ഞ് എൻ്റെ വക എന്തെങ്കിലും കൊടുക്കണം. വീട്ടിൽ ഓപ്പറേഷൻ കഴിയുന്ന രോഗി ജാരിയിലേക്ക് എൻ്റെ വക എന്തെങ്കിലും സംഭാവന കൊടുക്കണം. മകളും മകനും മരണപ്പെട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എത്രയെത്ര ഉമ്മമാരാണ് നമ്മുടെ ജാരിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. തൻ്റെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ ചെയ്യാൻ പോകുന്ന ഈ വലിയൊരു സുഹൃതത്തിലേക്ക് എനിക്കെന്റെ ശരീരത്തിലെ സൗന്ദര്യത്തിനേക്കാൾ ആവശ്യം എന്റെ ഖബറിന്റെ സൗന്ദര്യമാണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ തന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു. പെരുന്നാൾ ദിവസത്തിൽ വസ്ത്രം വാങ്ങിക്കാനും സൈക്കിൾ വാങ്ങിക്കാനും കളിക്കോപ്പ് വാങ്ങിക്കാനും വേണ്ടി സ്വരുക്കൂട്ടിയിട്ടുള്ള തന്റെ കുടുക്കയിൽ സൂക്ഷിച്ചിട്ടുള്ള കാശ് എത്രയോ ചെറിയ ഇളം മനസ്സ് മക്കൾ നമ്മുടെ ജാരിയിലേക്ക് നൽകി. ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ കൂലിപ്പണിക്കാരായ ഒരു ജോലിയുമില്ലാതെ നടക്കുന്ന പാവങ്ങളിൽ പാവങ്ങളായ ഒരുപാട് മനുഷ്യന്മാരുടെ നാണയത്തൊട്ടുകൾ കുന്നുകൂടി വളർന്നതിന്റെ പേരാണ് ജാരിയ എന്നത്. എന്തിനു വേണ്ടിയാണ്? ഒരു സുഹൃത്തത്തെ കെട്ടിപ്പടുക്കാൻ. തിരുവനന്തപുരത്ത് RCCയുടെ തൊട്ടടുത്തുള്ള സഹചാരി സെന്റർ സ്വപ്നം കണ്ട് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് ഉയർന്നു വരാനുള്ള ഒരു സെന്ററിനെ സ്വപ്നം കണ്ട് കശ്മീരിലും ഹരിയാനയിലും ആസാമിലും ബംഗാളിലുമൊക്കെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾക്ക് എന്റെ ഒരു സഹായം കൊണ്ട് ഒരു CLC സെന്റർ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വിദ്യാഭ്യാസിക്കുന്ന ഒരു കുട്ടിയുടെ, ഒരു ഉമ്മയുടെ, ഒരു ഉപ്പയുടെ പ്രാർത്ഥന കിട്ടുമെന്ന് സ്വപ്നം കണ്ട് പാവപ്പെട്ട ഒരുപാട് മനുഷ്യന്മാര് നൽകിയിട്ടുള്ള പ്രവാഹമായിരുന്നു ജാരിയ. ജാരിയുടെ കെട്ടിപ്പടുത്തത് ഒരു സാമ്പത്തികമായ കൂടാരമല്ല, ഒരു സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയല്ല. അതിനപ്പുറം സമൂഹത്തിന് എന്നും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുന്ന ഒരു വലിയ ദൗത്യത്തിന്റെ തുടക്കമായിരുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജാരിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. നിങ്ങൾ നോക്ക്, അവസാന സമയത്ത് പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടല്ലോ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. ഇതേ അവസ്ഥ നമ്മൾ കണ്ടത്. 12 മണിക്ക് 10-ാം തീയതി അവസാനിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ഫോണുകളായിരുന്നു. കുറച്ച് സമയം കൂടെ നീട്ടിത്തരുമോ, ഞങ്ങൾക്കൊരു സ്വതക്ക ചെയ്യാൻ. മനുഷ്യന്മാര് മരിക്കണ സമയത്തിനെ പറ്റി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഞങ്ങൾ നന്മ ചെയ്തോളാം, ഞങ്ങൾ സ്വതക്ക ചെയ്തോളാം, ഞങ്ങൾ സ്വാലിഹീങ്ങളായിക്കോളാം, കുറച്ച് സമയം പിന്തിച്ചിട്ട് തരണം. സംസ്ഥാന കമ്മിറ്റിയോട് ശാഖയിൽ നിന്ന്, മേഖലയിൽ നിന്ന്, ജില്ലയിൽ നിന്ന്, ക്ലസ്റ്ററിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് 1-ാം ഘട്ടം നമ്മളോട് പറഞ്ഞു 31-ാം തീയതി നിങ്ങൾ അവസാനിപ്പിക്കൽ ഒന്നും കൂടി തുടരണം. നമ്മളത് വാക്കുപാലിച്ച് തുടർന്നു. 10-ാം തീയതി വീണ്ടും 12 മണി അടുക്കുമ്പോഴേക്കും ഒരുപാട് ആളുകൾ നമ്മുടെ വാട്സപ്പിലും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സുബഹി വരെയെങ്കിലും നീട്ടിത്തരോ, വേണ്ട 1 മണിക്കൂറെങ്കിലും നീട്ടിത്തരോ. എന്തിനു വേണ്ടിയാണ്?
എന്തിനു വേണ്ടിയായിരുന്നു? അവർക്ക് ഈ നന്മയിൽ ഇന്ന് തന്നെ പങ്കാളിയാകണമെന്ന ആഗ്രഹത്തോടുകൂടെ സ്വതക്ക ചെയ്തിട്ട് ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളാകാൻ വേണ്ടിയിട്ട്. അള്ളാഹു നമ്മുടെ സ്വതക്കയെ കബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഇടിമുഴിക്കൽ ഇവിടെ ഒരു ഇടിമുഴിക്കം തന്നെയാണ് ഉണ്ടാക്കിയത്. സംസ്ഥാനത്താണോ ദേശീയ തലത്തിലാണോ ക്ലസ്റ്ററിൽ അവർക്ക് ഫസ്റ്റ് സെക്കൻഡ് എന്ന ചർച്ചയാണ് നടക്കുന്നത്. എന്തോ ആവട്ടെ, ഏതായാലും അൽഹംദുലില്ലാ വലിയൊരു മുഴക്കമുണ്ടായിട്ടുണ്ട്. ഈ മുഴക്കം നമ്മുടെ ഖബറിൽ, മഹ്ശറയിൽ, പരലോകത്ത് നമുക്കൊരുപാട് സുഹൃതം ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് സുഖങ്ങൾ കിട്ടാനുള്ള മുഴക്കമാക്കി അള്ളാഹു മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇടിമുഴിക്കൽ ക്ലസ്റ്ററിന്റെ സ്പെഷ്യൽ പരിപാടി ഇൻഷാ അല്ലാഹ് അടുത്ത 20-ാം തീയതി, അടുത്ത ചൊവ്വാഴ്ച 17-ന് നടക്കുന്നു ഇൻഷാ അല്ലാഹ്. ബാക്കി അവിടെ നിന്ന് പറയാം. ഏതായാലും ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, നമ്മളൊരു ഫണ്ട് സമാഹരണം മാത്രമല്ല, നമ്മുടെ സംഘടന 36 വർഷമായി ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളെ, സേവനങ്ങളെ നമ്മുടെ ഓരോ വീടുകളിലേക്ക് നമ്മൾ എത്തിച്ചു. കുറേ ആളുകളുടെ പ്രവർത്തകന്മാരുടെ ഭാര്യമാർ, ഉമ്മമാർ, അവരിതിങ്ങനെ നിരന്തരം ജാരിയ എന്ന് കേൾക്കും. ഞാനൊക്കെ വീട്ടിൽ ചിലപ്പോൾ എൻ്റെ മോള് പറയില്ല, അമ്മ ജാരിയ വരുന്നുണ്ടെന്നാണ്, ബാപ്പ വരുന്നുണ്ടെന്നല്ല, ജാരിയ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും അനുഭവമുണ്ട്, എല്ലാവർക്കും അനുഭവമുണ്ട്. ഓരോരുത്തരെ പറ്റിയും ജാരിയ. കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ നാവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ജാരിയ എന്ന വാക്കായിരുന്നു. ഓരോ ഗ്രാമത്തിൽ നമ്മുടെ പ്രവർത്തകന്മാർ ആരൊക്കെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, അല്ലെങ്കിൽ നിങ്ങൾ ജാരിയക്ക് എന്തെങ്കിലും കൊടുത്തോ? ഞാനങ്ങനെ, നിങ്ങളങ്ങനത്തെ ഞാൻ വിശ്വസിക്കണത്. ആരോട് നമ്മൾ ചോദിക്കാം, നമുക്ക് എന്തിനു മടി? നമ്മളെന്തിനു മടിക്കണം? ഇപ്പൊ ഇന്നലെ ഒരു നല്ലൊരു ദീനി സ്നേഹിയായ ഒരാൾ, അദ്ദേഹത്തെ നമ്മൾ നേരത്തെ ബന്ധപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം നാട്ടിലില്ല. അങ്ങനെ വീണ്ടും കാണാം, അറിയിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ശ്രദ്ധ വിട്ടുപോയി. അങ്ങനെ ഇന്നലെ അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ടു. ഞാനൊരു 5-8 മിനിറ്റുള്ളൊരു വോയിസ് വിട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് 3 സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു മറുപടി എനിക്ക് വിട്ടിട്ടുള്ളൂ. ആയിക്കോട്ടെ, എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഞാൻ അതിലേക്ക് 5 ലക്ഷം രൂപ. ഇന്നലെ നിങ്ങൾ കണ്ടുണ്ടാവും, ഇപ്പം പുതിയൊരു 5 ലക്ഷം കയറ്റിയിട്ടുണ്ടല്ലോ. സുഹൃത്ത് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഏത് നന്മ വരികയാണെങ്കിലും അതിനൊക്കെ മുടക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവരോട് നമുക്ക് സഹതപിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അവർ നമ്മൾ മോശക്കാരായി കാണണ്ട. അവർ പക്ഷേ നമ്മൾ വലിയൊരു പദ്ധതിയുമായി ഇറങ്ങിയിട്ട് ഇതുവരെ 35 വർഷമായി ഡെസ്കേസ് നടത്തിയിട്ടൊന്നും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ഒരു ഫണ്ട് സമാഹരണം നടത്തിയ പരാജയപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. 1 കോടി നിങ്ങൾക്ക് കിട്ടൂല അങ്ങനെ വിചാരിക്കാം. അല്ലെങ്കിൽ ചില ആളുകൾ ഈ ഒരു സുഹൃതം ഇനി നമുക്ക് അഹങ്കാരം കൂടുമെന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കാം, എന്തെന്നറിയില്ല. ഏതായാലും ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ ഇതിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കുമ്പോൾ, മറുഭാഗത്ത് കുറെ ആളുകൾ ഇതിനെ ഇകയ്ത്താനും കളിയാക്കാനും ഒക്കെ ചെറിയ നിലക്കുള്ള ശ്രമങ്ങൾ നടത്തും. അത് പിന്നെ സ്വാഭാവികമാണ്, ഏത് വിഷയം അങ്ങനെ തന്നെയുള്ളൂ. ബാപ്പാനെ കൊന്ന നാട്ടിലുണ്ട് അഭിപ്രായം ഉണ്ടാവുന്നല്ലേ. അതെന്തായാലും സംഗതി മോനെ കൊന്നതാണെങ്കിലും സംഭവം നമുക്കത് ശരി തന്നെയാണ്, ഓൻ ചെയ്ത് നല്ല കാര്യമെന്ന് പറയും. അപ്പം അങ്ങനെ ഏത് വിഷയം ഉണ്ട് അഭിപ്രായം, നമ്മളതിലേക്കൊന്നും പോകണ്ട. അങ്ങനെ ഏത് നമ്മളെ എതിർക്കാതെ, നമുക്ക് എതിർപ്പില്ലാതെ ഒരു സംഗതി ലോകത്ത് ചെയ്യാൻ പറ്റും നമ്മളാരും വിചാരിക്കേണ്ട. ഒരുപാട് എതിർപ്പുകൾ, ഒരുപാട് കളിയാക്കലുകൾ, ഒരുപാട് കൊഞ്ഞനം കാണിക്കൽ, ഒരുപാട് നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സംവിധാനം വളർന്നു വരുള്ളൂ. അൽഹംദുലില്ലാ, നമുക്ക് അല്ലാഹുവിൻ്റെ സഹായം നഷ്ടപ്പെടാൻ പാടില്ല, പടച്ചോന്റെ സഹായം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, നമ്മുടെ മഹത്തുക്കളായ നേതാക്കന്മാരുടെ പിന്തുണ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങളുടെ, സൂഫിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ പിന്തുണ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത് നഷ്ടപ്പെട്ട പ്രയാസം. അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത്. വാരെന്ന് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് ജാരിയ ഒരു ഫണ്ട് കളക്ഷൻ മാത്രമല്ല നടത്തിയത്. ഞാൻ പറഞ്ഞതുപോലെ 36 വർഷത്തെ സംഘടനയുടെ പദ്ധതികളെ പലർക്കും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ തിരൂർ ടൗണിലൊക്കെ നമ്മൾ കടകൾ കയറിയിറങ്ങി. ആ സമയത്ത് ഒരുപാട് കടകൾ കച്ചവട തിരക്കുകളാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ 5 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉപയോഗപ്പെടുത്തി SKSF നടത്തുന്ന പ്രധാന പദ്ധതികളെ പല ആളുകളെയും പരിചയപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. അപ്പോഴാണ് കുറെ ആളുകൾ നമ്മളെ കണ്ണിലേക്ക് നോക്കുകയാണ്, ഇത്ര വലിയ പദ്ധതി SKSF നടത്താറുണ്ടോ? അൽഹംദുലില്ലാ. അങ്ങനെ കടകളിൽ നിന്ന്, നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് കടകളിലേക്ക്, കടകളിൽ നിന്ന് അങ്ങാടിയിലേക്ക്, അങ്ങാടിയിൽ നിന്ന് അടുക്കടയിലേക്ക്,
ജാരിയ ഒഴുകുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി അൽഹംദുലില്ലാഹ് നമുക്ക് 10 കോടിയുടെ അടുത്ത് സമാഹരിക്കാൻ കഴിഞ്ഞു. ഇനി 10 കോടിയാകാൻ ഒരു എത്ര ലക്ഷം വേണ്ടിനോ 12 ലക്ഷം നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ അന്ന് ഈ 12:30 നിർത്തിയില്ലേ, അത് 12:30 സ്റ്റോപ്പ് ചെയ്യാതെ ആവശ്യപ്പെട്ടനുസരിച്ച് നമ്മൾ സുബൈ വരെ അങ്ങനെ തുറന്ന് അതിന് കൂടെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് 10 കോടി അതിനപ്പുറാവും. പക്ഷെ നമ്മളൊരു സംഘടന, ഒരു സിസ്റ്റം, ഒരു സംവിധാനം, ഒരു ആവശ്യം ജനങ്ങളോട് പറഞ്ഞിട്ട് പൈസ ഇങ്ങനെ കിട്ടണേ എന്നതുകൊണ്ട് നമ്മൾ ദീർഘിപ്പിക്കാൻ പാടില്ല. പക്ഷെ ആവശ്യമുള്ളവർക്ക് ഇനിയും കയറ്റാനുള്ള സൗകര്യം കുറഞ്ഞ മണിക്കൂറും കൂടെയുണ്ട്. എന്തായാലും അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സംഘടനകൾ ചലിച്ചു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് ചെന്നപ്പം തിരുവനന്തപുരത്ത് പ്രവർത്തകന്മാർ പറഞ്ഞത്, കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ സംഘടനാ രംഗത്ത് വേണ്ടതുപോലെ ചലിക്കാത്ത പല ശാഖകളും ജാരിയയുടെ പേരിൽ അൽഹംദുലില്ലാഹ് ചലിച്ചു. വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. അവിടുത്തെ ജനറൽ സെക്രട്ടറി ഒരു ഗവൺമെന്റ് തലത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഓരോ ദിവസത്തിന്റെ അപ്ഡേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവര് മാത്രമായിട്ട് 10-12 രൂപ സ്വരൂപിച്ചുകൊണ്ട് അവര് വിഹിതമായി കൊടുത്തു. ഹൈന്ദവ സഹോദരന്മാർ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹായം നമുക്കുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ധാരാളം ആളുകളെ പിന്തുണ നമുക്കുണ്ടായി. അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് SKSFന്റെ സന്ദേശങ്ങളെ എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ ഈ പൈസ പിരിവ് എന്ന് പറഞ്ഞ ഭയങ്കര മടിയുള്ള ഒരു പണിയാണ്. ബക്കറ്റ് പിടിച്ചിങ്ങനെ നിൽക്കുക, പാട്ട് പിരിവ് നടത്തുക, ഭയങ്കര മടിയാണ് കുറേ ശാഖാഭാരവാഹികൾക്ക്. ഇപ്പം നമ്മൾ നന്മ ചെയ്യാൻ ഒരു ബക്കറ്റ് പിടിച്ച് നിൽക്കൽ പോലും പ്രയാസമില്ല. ഒരാളോട് ചെന്ന് സംസാരിക്കുക, നമ്മൾ ആരെങ്കിലും കൂട്ടിപ്പോവും, ഏതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന ആളുകളൊന്നും വരും, ഞങ്ങളൊപ്പം മൂപ്പരോടൊന്നും പറയാണ്ട് ഒരു പിരിവ് ചോദിക്കുക, ഞങ്ങൾ ചോദിച്ചാൽ കിട്ടൂല എന്ന് പറയും. അങ്ങനെയൊക്കെ മടിച്ചു നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ അൽഹംദുലില്ലാഹ് അവർക്കൊരു നന്മക്ക് വേണ്ടി ഒരു മനുഷ്യനെ എങ്ങനെ സമീപിക്കണമെന്നുകൂടെ ഈ ജാരിയെ പഠിപ്പിച്ചു കൊടുത്തു. ധാരാളം ആളുകൾ പിരിവ് നടത്തി അൽഹംദുലില്ലാഹ് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത പിരിവായി. ഇപ്പൊ നമ്മുടെ ഇടിമുയിക്കൽ ശാഖ ക്ലസ്റ്ററൊക്കെ അവസാന സമയത്ത് എനിക്കറിയാം ഒരു 10-12 റുപ്യന്റെ മാറ്റത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു 10-20 മിനിറ്റ് കൊണ്ട് 10-12 രൂപ എല്ലാ പ്രവർത്തകന്മാരും 100 എടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും 100, 50 എടുക്കണം 50, 300 എടുക്കണം 300 ആണ്ട് കൊടുക്കന്നെ. കാരണം 2 മത്സരമാണ്. ഒന്ന് ക്ലസ്റ്ററിൽ മുന്നിലാകണം, അതോടൊപ്പം ഈ സുഹൃതം വിജയിക്കണം. ഒരു നന്മക്ക് വേണ്ടിയിട്ടുള്ള മത്സരമല്ലേ. നമ്മുടെ ഇസ്ലാമിക് സെന്ററിൽ താജും അതുപോലെ അഷ്റഫൊക്കെ അവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടി അവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ ക്ലസ്റ്ററിന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആ 12 മണിയാകാൻ സമയത്ത് 5000 റുപ്യന്റെ കുറവ്, 10000 റുപ്യന്റെ കുറവൊക്കെ ഒരു മേഖല ശാഖക്കുണ്ടാകുമ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി വേറെ മുതലാളിമാരെടുത്ത് പോകില്ല. ഞാനത് പറയാനുള്ള കാരണം ഇതാണ്. മുതലാളിമാരരികിലേക്ക് പോകല്ല. നമ്മുടെ ഓരോ പ്രവർത്തകനും അവനെ കൊണ്ട് കഴിയുന്ന സംഭാവന, ഈ 12,000 തേക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന 100, എന്നെ കൊണ്ട് കഴിയുന്ന 50, എന്നെ കൊണ്ട് കഴിയുന്ന 20 റുപ്യ, എന്നെ കൊണ്ട് കഴിയുന്ന 60 റുപ്യ അത് കൊടുത്തുകൊണ്ട് അത് പുരോഗമിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്തു. ഇതിൽ നിന്ന് വലിയൊരു പാഠം നമുക്കുണ്ട്. നമ്മളൊരു നന്മയുമായിട്ട് യാതൊരു മടിയും കൂടാതെ സമൂഹത്തിന് മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ സഹായമുണ്ടാകുകയും സമുദായം നമ്മളെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് നമുക്ക് ജാരിയ വലിയൊരു പാഠം നൽകിയിട്ടുണ്ട്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആളുകളിലേക്ക് പോകുമ്പോൾ ആളുകളെ സഹായം ഉണ്ടാവും. അവർ നമ്മളെ ചേർത്ത് പിടിക്കും. നമ്മൾ പറയാൻ മടിച്ചിട്ടാണ്. നമ്മൾ ഈ വിഷയം അതിൻ്റെ ഗൗരവം, ഒരാൾ എനിക്കറിയുന്ന ഒരു സുഹൃത്ത്, അയാൾ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അയാൾ ആദ്യം ജാരിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഒരു 5000 റുപ്യ കൊടുത്തു. അങ്ങനെ പിന്നെ എനിക്ക് വോയിസ് ഇട്ട്, എന്താണ് ഈ ജാരി ശരിക്കും മനസ്സിലായിട്ടില്ല, ഞാനൊരു 5000 റുപ്യ കൊടുത്തിട്ടുണ്ട്, എന്തോ ഒരു നല്ല കാര്യത്തിന് എനിക്കറിയാം, ഒന്ന് വിശദീകരിക്കുമെന്ന് വെച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഒരു വിശദീകരിച്ചു കൊണ്ട് ഒരു 4-5 മിനിറ്റുള്ള ഒരു വോയിസ് വിട്ടുകൊടുത്തു. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് 20,000 കൊണ്ട് തരാമെന്ന്. അപ്പം ഇത് മനസ്സിലാക്കിയ ആളുകളൊക്കെ ഇതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ എല്ലാത്തിനും കണ്ണടച്ചിരുട്ടാക്കുന്ന ആളുകളുണ്ടാവും. അതൊന്നും പൊരുക്ക് കൊടുത്ത് ശരിയാവില്ല, അവരങ്ങനെ ആക്കാൻ പറ്റില്ല, അവർ കൊടുത്ത് അവരെങ്ങനെ വലുതാക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചവരുണ്ടാകാം. അവർക്ക് ഈ നന്മയിൽ പങ്കാളിയാകാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ പറയാം. നമുക്ക് ആരോടും വിദ്വേഷമില്ല. ഒരുപാട് ആലിമീങ്ങളുടെ, സാദാത്യങ്ങളുടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ അഭിനന്ദരായ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മഹല്ല് ഭാരവാഹികൾ, ഒരുപാട് മഹല്ലിലെ ഭാരവാഹികൾ
പെരുന്നാളിന്റെ തലേ ദിവസം വെള്ളിയാഴ്ച പെരുന്നാളുമായി ബന്ധപ്പെട്ട് വലിയൊരു ഫണ്ട് ഓരോ പള്ളിയിലും പിരിക്കാനുണ്ട്. എന്നിട്ട് പോലും ഇതൊരു വലിയ പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അൽഹംദുലില്ലാ ധാരാളം മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഖത്തീബുമാർ, സദർ ഉസ്താദുമാർ, നമ്മുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഭാരവാഹികൾ, ഉസ്താദന്മാര്, അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാ ഇതിലേക്ക് വലിയ സഹായങ്ങൾ ചെയ്തു. ആ സഹായത്തിന്റെ പരിണിത ഫലമായിട്ട് നമുക്ക് ഈ പറഞ്ഞ സംഗീത വരെ എത്തിക്കാൻ കഴിഞ്ഞു. നമ്മൾ സമൂഹത്തിൽ നിന്ന് കാശ് വാങ്ങി നമ്മൾ ഈ ആപ്പിലേക്ക് കയറ്റിയിട്ടേ ഉള്ളൂ. ഇനിയാണ് നമുക്ക് നമ്മളുടെ പണിയുടെ സമയം. നമ്മൾ ഇനിയാണ് പരിശ്രമിക്കേണ്ടത്. കാരണം ഈ വാങ്ങിയിട്ടുള്ള കാശ് എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടോ ആ ലക്ഷ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് പൂർത്തീകരിച്ച് കാണിച്ചു കൊടുത്താൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും സന്തോഷിക്കാൻ വകുപ്പുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫണ്ട് കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് ഞാനും ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് മൗലവിയും അതുപോലെ ബഹുമാനപ്പെട്ട സംസ്ഥാന ട്രഷറർ അയ്യുമാശം ഉൾപ്പെടെയുള്ള നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ തിരുവനന്തപുരത്തേക്ക് പോയി. എഞ്ചിനീയറെ കൂട്ടിക്കൊണ്ടുപോയി സൈറ്റ് പരീക്ഷിച്ചു. സൈറ്റിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എത്ര പെട്ടെന്ന് ആക്കി തീർക്കാൻ പറ്റുമെന്ന ആലോചനകൾ നടത്തി ഇൻഷാ അല്ലാഹ് വിദൂരമല്ലാത്ത ഭാവിയിൽ, അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ അടുത്ത മാസങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായം നമ്മുടെ മേലുണ്ടെങ്കിൽ അവിടെ നമ്മൾ വളരെ വൈകാതെ ഒരു സഹചാരി സെന്റർ തിരുവനന്തപുരം നമ്മൾ നിർമ്മിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചെന്നല്ല, ആ വീഡിയോ നമ്മളവിടെ സന്ദർശിച്ച വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ഭാഗമുണ്ട്. നമ്മുടെ ഭൂമി തൊട്ടടുത്ത് പള്ളി, തൊട്ടടുത്ത് RCC, ഇത്ര അടുത്താണ് നമ്മളുടേതുള്ളത്. ഇപ്പോൾ നിലവിലുള്ള RCCയുടെ മുഖം ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു ഭാഗത്തേക്ക് മാറുകയാണ്. അത് മാറിയാൽ നമ്മുടെ സഹചാരി സെന്ററിന്റെ തൊട്ടടുത്തായിട്ടായിരിക്കും, അല്ലെങ്കിൽ RCC തൊട്ടടുത്തായിരിക്കും നമ്മുടെ സഹചാരി സെന്റർ വരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൊട്ടടുത്ത് പള്ളിയുണ്ട്. നമുക്കവിടെ ലഭ്യമായത് 10 സെന്റ് സ്ഥലം മാത്രമാണ്. അങ്ങോട്ട് സ്ഥലമില്ല, ഇങ്ങോട്ട് സ്ഥലമില്ല, എവിടേക്കും സ്ഥലമില്ല. അതിനോട് അപ്പുറത്ത് ബിൽഡിംഗ്, ഇപ്പുറത്ത് ബിൽഡിംഗ്, അപ്പുറത്ത് വീടൊക്കെയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പള്ളിയുമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖും സഹായമുണ്ടെങ്കിൽ നമുക്ക് ആ പദ്ധതിയെ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായിട്ട് നമ്മൾ ഏറ്റെടുത്ത ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമ്മളോട് സമുദായം എല്ലാം കുറെ പൈസക്ക് പിരിച്ചു പോയില്ലേ, എവിടെ പോയിട്ട് എൻ്റെ പൈസ വാങ്ങാൻ ഭയങ്കര ഉഷാറല്ലോ, ഇടിമൊഴിക്കെന്നൊക്കെ സംസ്ഥാനത്ത് ഒറ്റ ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളത്തൊക്കെ ഒന്ന് പൈസ വാങ്ങിയിട്ട് ഇപ്പം എന്തിയായി എന്ന് നമ്മളോട് ഒരാൾ ചോദിക്കണൊരവസ്ഥയില്ലാതെ അവര് നമ്മളോട് പറയണ, മക്കളെ നിങ്ങൾക്ക് തന്ന പൈസ മുതലായിട്ടോ എന്ന് ഇൻഷാ അല്ലാഹ് ജനങ്ങൾ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ രീതിയിൽ ഈ പദ്ധതിയെ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇനിയും ഇതിലേക്ക് ഫണ്ട് ആവശ്യമായി വന്നാൽ അപ്പൊ നിങ്ങൾ സക്കീർ എന്ന് പറയരുത്, പഠിത്തൽ ജാരി കഴിഞ്ഞത് ഇനി പിരിക്കണം തോന്നരുത്. ഇനി ആവശ്യമായി നമ്മൾ സമൂഹത്തിനോട് പറയണം. ഇതിൽ പങ്കാളികളാകാത്ത ഒരുപാട് ആളുകൾ അപ്പുറത്തിന് നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ഫണ്ടുകളും സമാഹരിച്ചുകൊണ്ട് ഈ പദ്ധതി നമുക്ക് വിപുലമാക്കണം. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സജീവമാക്കണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമാക്കണം, ആദർശ രംഗത്ത് നമുക്ക് സജീവമായിട്ട് ഇടപെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനുമുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി